ഇന്ന് കേരളത്തിലെ മുസ്ലിം ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് കോഴിക്കോടാണ്. എന്നാൽ കോഴിക്കോട് ലോകശ്രദ്ധ നേടുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അറബ് ലോകത്തിന്റെ ഭൂപടത്തിൽ സ്ഥാനം നേടിയ ഒരു തുറമുഖമായിരുന്നു കൊല്ലം. ഗ്രീക്കുകാരും ചൈനക്കാരും അറബികളും കാറ്റിനെയും കടലിനെയും ആശ്രയിച്ച് തേടിയെത്തിയ തുറമുഖം, ഇന്ത്യൻ മഹാസമുദ്ര വ്യാപാരത്തിന്റെ ഹൃദയമായി മാറിയ നഗരം, നൂറ്റാണ്ടുകളോളം ലോകവ്യാപാരത്തിന്റെ സ്പന്ദനം കേട്ട മണ്ണ്. ആ സമ്പത്തിന്റെയും പ്രശസ്തിയുടെയും പിന്നിൽ ഒരു സമൂഹത്തിന്റെ അധ്വാനവും കച്ചവട മികവും ദീർഘദർശിത്വവും ഉണ്ടായിരുന്നു. കൊല്ലത്തിന്റെ വളർച്ചയോടൊപ്പം വളർന്ന ഈ നഗരത്തിന്റെ ചരിത്രത്തിൽ മായാത്ത കയ്യൊപ്പ് പതിപ്പിച്ച മുസ്ലിം സമൂഹം, അറബികളുടെ കപ്പലുകൾ മുതൽ പോർച്ചുഗീസുകാരുടെ വരവും, സമ്പന്നമായ തുറമുഖം മുതൽ സംഘർഷങ്ങളുടെ കാലവും, വലിയ പള്ളിയുടെ ചരിത്രം മുതൽ ഇന്നത്തെ ജോനകപ്പുറം വരെ, കൊല്ലത്തിന്റെ സുവർണകാലം സൃഷ്ടിച്ച മുസ്ലിം സമൂഹത്തിന്റെ അധികമാരും പറയാത്ത ചരിത്രമാണ് ഇന്ന് നമ്മൾ അന്വേഷിക്കുന്നത്. കൊല്ലം വെറുമൊരു തുറമുഖമല്ലായിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്യാപാരികൾ ഒരുമിച്ച് കൂടിയ അന്താരാഷ്ട്ര വ്യാപാര കേന്ദ്രമായിരുന്നു. അറബികൾക്ക് കൊല്ലം വളരെ നേരത്തെ സുപരിചിതമായിരുന്നു. കുരുമുളക്, ഏലം, ഗ്രാമ്പു, ആനക്കൊമ്പ്, വിലപിടിപ്പുള്ള മരങ്ങൾ എന്നിവയുടെ വ്യാപാരത്തിനായി അവർ കേരള തീരത്തെ സ്ഥിരമായി ആശ്രയിച്ചിരുന്നു. ഗ്രീക്കുകാരുടെയും ചൈനക്കാരുടെയും രേഖകളിലും തെക്കേ ഇന്ത്യയിലെ സമ്പന്നമായ തീരദേശ വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നായി കൊല്ലത്തെ പരാമർശിക്കുന്നുണ്ട്. സമുദ്രപാതകളിലൂടെ ലോകത്തിന്റെ വിവിധ സംസ്കാരങ്ങൾ ഇവിടെ സംഗമിച്ചു. കോഴിക്കോടിനെ കുറിച്ച് ആദ്യം വിശദമായി രേഖപ്പെടുത്തിയ അറബ് സഞ്ചാരിയാണ് ഇബ്നു ബത്തൂത്ത. എന്നാൽ കൊല്ലത്തെക്കുറിച്ചുള്ള രേഖകൾ അതിനും 5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിക്കുന്നു. AD 851 അറബ് വ്യാപാരിയായ സുലൈമാൻ തന്റെ യാത്രാവിവരണത്തിൽ കൊല്ലത്തെ പരാമർശിച്ചിട്ടുണ്ട്. തുടർന്ന് ഇബ്നു ഖുർദാദിബിഹ്, 10-ാം നൂറ്റാണ്ടിലെ ഇബ്നുൽ ഫഖീഹ്, 12-ാം നൂറ്റാണ്ടിലെ അൽ ഇദ്രീസി, 13-ാം നൂറ്റാണ്ടിലെ യാക്കൂത്ത് അൽ ഹമവി, അബുൽ ഫിദ എന്നിവർ തങ്ങളുടെ ഭൂമിശാസ്ത്ര ഗ്രന്ഥങ്ങളിലും യാത്രാ വിവരണങ്ങളിലും കൊല്ലത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. 14-ാം നൂറ്റാണ്ടിൽ 3 തവണ കൊല്ലം സന്ദർശിച്ച മൊറോക്കൻ സഞ്ചാരിയായ ഇബ്നു ബത്തൂത്ത തന്റെ യാത്രാ വിവരണത്തിൽ അന്നത്തെ കൊല്ലത്തിന്റെ സമൃദ്ധിയും അന്താരാഷ്ട്ര വ്യാപാര പ്രാധാന്യവും വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിവരണപ്രകാരം കൊല്ലത്തെ വ്യാപാരികൾ സൂലികൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അവർ സമ്പന്നരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുമായി വ്യാപാരബന്ധം പുലർത്തിയിരുന്ന പ്രഗത്ഭ വ്യാപാരികളുമായിരുന്നു. അവരോടൊപ്പം മുസ്ലിം വ്യാപാരികളും കൊല്ലത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ നിർണായക സ്വാധീനം ചെലുത്തിയിരുന്നു. ഇറാഖിലെ ആവാ സ്വദേശിയായ അലാവുദ്ദീനെ അദ്ദേഹം പ്രത്യേകം പരാമർശിക്കുന്നു. കാസ്പിയൻ കടൽ തീരത്തെ കാസീൻ സ്വദേശിയായ ഷഹബന്ദർ മുഹമ്മദ് കൊല്ലത്തെ കാസിയും മുസ്ലിം സമൂഹത്തിന്റെ നേതാവുമായിരുന്നുവെന്നും അദ്ദേഹം രേഖപ്പെടുത്തുന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറെ പ്രസിദ്ധമായ ഒരു ഐതിഹ്യമാണ് ചേരമാൻ പെരുമാളിൻ്റേത്. ഐതിഹ്യമനുസരിച്ച് ചേരമാൻ പെരുമാൾ ഇസ്ലാം മതം സ്വീകരിക്കുകയും പിന്നീട് അറേബ്യയിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. അവിടെ അദ്ദേഹം കുറച്ചുകാലം താമസിച്ച ശേഷം തന്റെ അനുയായികളെ കേരളത്തിലേക്ക് അയച്ചുവെന്നാണ് വിശ്വാസം. ഈ സംഘത്തിന് നേതൃത്വം നൽകിയിരുന്നത് മാലിക് ബിൻ ദിനാറാണെന്ന് പറയപ്പെടുന്നു. അദ്ദേഹം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാം പ്രചരിപ്പിക്കുകയും പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തു. പാരമ്പര്യ വിശ്വാസമനുസരിച്ച് AD 664 കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ട 10 പുരാതന പള്ളികളിൽ ഒന്നായി കൊല്ലത്തെ ജോനകപ്പുറം വലിയ പള്ളി കണക്കാക്കപ്പെടുന്നു. ഈ പള്ളിയുടെ സ്ഥാപനം വെറും ഒരു മതസ്ഥാപനത്തിന്റെ ചരിത്രമല്ല. അതിനേക്കാൾ പ്രധാനമായി അന്നേ കാലത്തു തന്നെ കൊല്ലത്ത് ശക്തമായ ഒരു മുസ്ലിം സമൂഹം നിലനിന്നിരുന്നതിന്റെ തെളിവായും ഇത് കണക്കാക്കപ്പെടാം. അക്കാലത്ത് ഇന്ത്യൻ മഹാസമുദ്ര വ്യാപാരത്തിന്റെ നിയന്ത്രണം പ്രധാനമായും അറബ് വ്യാപാരികളുടെ കൈകളിലായിരുന്നു. കൊല്ലം അവരുടെ പ്രധാന ഇടത്താവളങ്ങളിൽ ഒന്നായി മാറി. അറബികളുടെയും ഗ്രീക്കുകാരുടെയും ചൈനക്കാരുടെയും കപ്പലുകൾ കൊണ്ട് കൊല്ലം തുറമുഖം എപ്പോഴും സജീവമായിരുന്നു. ചൈനയിലേക്കുള്ള വ്യാപാരപാതകളുടെ പ്രധാന കണ്ണികളിൽ ഒന്നായിരുന്നു കൊല്ലം. അതിനാൽ ചൈനീസ് മുസ്ലിം വ്യാപാരികൾ ഉൾപ്പെടെ നിരവധി വ്യാപാര സമൂഹങ്ങൾ ഇവിടെ പ്രവർത്തിച്ചിരുന്നു. കൊല്ലം വെറുമൊരു നഗരമായിരുന്നില്ല, അത് ലോകവ്യാപാരത്തിന്റെ ഒരു പ്രധാന ബന്ധന ബിന്ദുവായിരുന്നു.
ഇങ്ങനെ നൂറ്റാണ്ടുകളോളം കൊല്ലം ലോകവ്യാപാരത്തിന്റെ പ്രധാന കേന്ദ്രമായി നിലനിന്നു. അറബികൾ, ചൈനക്കാർ, ഗ്രീക്കുകാർ എന്നിവരുമായുണ്ടായിരുന്ന വ്യാപാര ബന്ധങ്ങൾ കൊല്ലത്തെ സമ്പന്നതയുടെ ഉച്ചസ്ഥിതിയിലേക്ക് എത്തിച്ചു. ആ സമൃദ്ധിയുടെ പിന്നിൽ മുസ്ലിം വ്യാപാരികളുടെ പങ്ക് അതീവ നിർണായകമായിരുന്നു. അവർ ഒരു നഗരത്തിന്റെ വളർച്ചയുടെ അടിത്തറയായിരുന്നു. കൊല്ലത്തിന്റെ സുവർണകാലത്തിന് ഈ മുസ്ലിം വ്യാപാര സമൂഹത്തിന്റെ സംഭാവന വളരെ വലുതായിരുന്നുവെന്ന് കാണാൻ കഴിയും. പതിനാറാം നൂറ്റാണ്ടോടെ ഇന്ത്യൻ മഹാസമുദ്ര വ്യാപാരത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. അറബ് വ്യാപാരികളുടെ മേൽക്കൈ നിലനിന്നിരുന്ന സമുദ്രപാതകളിലേക്ക് യൂറോപ്യൻ ശക്തികൾ പ്രവേശിക്കാൻ തുടങ്ങി. ഇതോടെ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന അറബ് കൊല്ലം വ്യാപാര ബന്ധങ്ങൾ ക്ഷയിക്കാൻ തുടങ്ങി. കൊല്ലത്തിന്റെ സമ്പന്നമായ തുറമുഖ ജീവിതം ക്രമേണ പ്രതിസന്ധിയിലായി. അതിൽ പ്രധാനികൾ പോർച്ചുഗീസുകാരായിരുന്നു. അവർ വന്നത് വെറും വ്യാപാരത്തിനായിരുന്നില്ല, കടൽപാതകളിൽ നിയന്ത്രണം സ്ഥാപിക്കാനും കുരുമുളക് വ്യാപാരത്തിൽ കുത്തക നേടാനുമായിരുന്നു. അവർ അറബ് വ്യാപാരികളെ കടലിലും കരയിലും ആക്രമിച്ചു. കരയിലെ മുസ്ലിം സമൂഹത്തിനും വലിയ തിരിച്ചടിയേറ്റു. നിൽക്കക്കള്ളിയില്ലാതെ പലർക്കും ദൂരസ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. ഒരു ഘട്ടത്തിൽ മുസ്ലിം വ്യാപാരികളെ കൊല്ലത്തിന്റെ വ്യാപാര രംഗത്തു നിന്നും ഏതാണ്ട് പൂർണ്ണമായും ഒഴിവാക്കി. സുറിയാനി ക്രൈസ്തവ സമൂഹത്തിലെ ചില വിഭാഗങ്ങൾക്കും ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയ വ്യാപാര മാറ്റങ്ങളുടെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വന്നു. പോർച്ചുഗീസുകാരുടെ ആധിപത്യം വ്യാപാരത്തെ മാത്രമല്ല, സാമൂഹിക ഘടനയെയും ബാധിച്ചു. പല മുസ്ലിം വ്യാപാരികളും മറ്റ് പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു. എന്നാൽ ചരിത്രം ഇവിടെ അവസാനിച്ചില്ല. കാലാന്തരത്തിൽ 19-ാം നൂറ്റാണ്ടോടെ അവർ തിരിച്ചു വന്നു. മറ്റുള്ളവരോടൊപ്പം സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ, രാഷ്ട്രീയ രംഗങ്ങളിലും ശ്രദ്ധേയമായ സാന്നിധ്യം നേടി. കാലക്രമേണ മുസ്ലിം സമൂഹം വീണ്ടും വ്യാപാരത്തിലും സാമൂഹിക ജീവിതത്തിലും ശക്തമായ സാന്നിധ്യം അറിയിച്ചു. കായിക്കരക്കാരും മാളിക വീട്ടുകാരും വലിയ വ്യാപാരികളായിരുന്നു. കൊല്ലം വീണ്ടും വ്യാപാര കേന്ദ്രമായി മാറിയപ്പോൾ പഴയ പാരമ്പര്യത്തിൻ്റെ തിളക്കം പൂർണ്ണമായും തിരിച്ചെത്തിയില്ലെങ്കിലും അതിൻ്റെ അടിത്തറ നിലനിന്നു. കൊല്ലം നഗരത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ആത്മാവായി അറിയപ്പെടുന്നത് വലിയ പള്ളിയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജോനകപ്പുറത്ത് നിർമ്മിച്ചിരുന്ന ആ പള്ളി ഇന്ന് നിലവിലില്ല, കടലെടുത്തുകൊണ്ടുപോയി. തുടർന്ന് അതേ പേരിൽ മറ്റൊരു പള്ളി ജോനകപ്പുറത്ത് സ്ഥാപിച്ചു. കാലക്രമേണ അതും പഴകിയതിനെ തുടർന്ന് 1978 ഓഗസ്റ്റിൽ ഇന്നത്തെ വലിയ പള്ളി നിർമ്മിക്കപ്പെട്ടു. 664 മാലിക് ദിനാർ സ്ഥാപിച്ച പള്ളിയുടെ ശേഷിപ്പുകൾ ഇപ്പോഴും ഇവിടെ സൂക്ഷിക്കുന്നു. നൂറ്റാണ്ടുകളുടെ ചരിത്രം വഹിക്കുന്ന ഈ പള്ളി കൊല്ലത്തെ മുസ്ലിം ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറി. കൊല്ലത്തെ മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും പുരാതന പള്ളി പാരമ്പര്യങ്ങളിൽ ഒന്നാണിത്. ഈ പള്ളിക്ക് നിരവധി ശാഖകളുണ്ട്. ടൗണിൽ തന്നെ 1 ഡസനോളം ശാഖാപ്പള്ളികൾ പ്രവർത്തിക്കുന്നു. കാട്ടുപള്ളി, കൊച്ചുപള്ളി, പള്ളിത്തോട്ടത്തെ 2 പള്ളികൾ, അരിക്കടപ്പള്ളി, റൊട്ടിക്കടപ്പള്ളി, ഹമീദിയ പള്ളി, വെങ്കലക്കടപ്പള്ളി, വലിയ കടപ്പള്ളി എന്നിവ അവയിൽപ്പെടുന്നു. ഇന്ന് വലിയ പള്ളി ജമാഅത്തിൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഉൾപ്പെടുന്നു. കൊല്ലത്തിന്റെ മതപരവും സാമൂഹികവുമായ ജീവിതത്തിൽ ഈ ജമാഅത്തിന് നിർണായക സ്ഥാനമുണ്ട്. യമനിൽ നിന്നെത്തിയ മഹാനായ അസയ്യിദ് അബ്ദുല്ലാഹിൽ ബാഫക്കി അൽ ഹൽറമി വലിയ തങ്ങളുപ്പാപ്പ, മറ്റു മഹാന്മാരായ ബാപ്പുച്ചി മസ്താൻ, പട്ടാണി തങ്ങൾ എന്നിവർ വലിയ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. 1963 മുതൽ വലിയ പള്ളി മാലിക് ബിൻ ദിനാർ പള്ളിയുടെ ഇമാമായി പ്രശസ്തനായ കടക്കൽ അബ്ദുൽ അസീസ് മൗലവി സേവനമനുഷ്ഠിച്ചു വരുന്നു. കൊല്ലത്തെ മുസ്ലിം സമൂഹം വെറും മതപരമായ ചുറ്റുപാടുകളിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല. അവർ വ്യാപാരം, വിദ്യാഭ്യാസം, ചികിത്സ, കല, സാമൂഹിക സേവനം എന്നിവയിലും വലിയ പങ്കുവഹിച്ചു. ജബ്ബാർ വൈദ്യരെ പോലുള്ള സിദ്ധവൈദ്യന്മാർ സമൂഹത്തിൽ പ്രശസ്തരായിരുന്നു. പരമ്പരാഗത ചികിത്സാ രംഗത്ത് അവർ നൽകിയ സംഭാവനകൾ ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. വെടിക്കെട്ടുകളുടെ രാജാവ് മന്ത്രക്കാസിം കൊല്ലക്കാരനാണ്. തിരുവിതാംകൂർ മഹാരാജാവിന്റെ പ്രിയപ്പെട്ട ഗുസ്തിക്കാരനായ ഇലക്ട്രിക് മൈദീൻ കുഞ്ഞ് കൊല്ലക്കാരനാണ്. കശുവണ്ടി രാജാവ് തങ്ങൾ കുഞ്ഞ് മുസ്ലിയാർ എന്ന പേര് ഒരു കാലഘട്ടത്തെ തന്നെ പ്രതിനിധീകരിച്ചു. കൊല്ലത്തിന്റെ രാഷ്ട്രീയ, സാമൂഹിക രംഗത്തും മുസ്ലിം സമൂഹം ശക്തമായ സാന്നിധ്യം പുലർത്തിയിരുന്നു. കൊല്ലം വലിയ പള്ളി ജമാഅത്തിന്റെ ദീർഘകാല പ്രസിഡന്റായിരുന്ന എ റഹീം ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിയായും മിസോറാം ഗവർണറായും സേവനമനുഷ്ഠിച്ചു. കേന്ദ്രമന്ത്രിയായിരുന്ന കാലത്തും പിന്നീട് അദ്ദേഹം മരണപ്പെടുന്നതുവരെയും കൊല്ലം വലിയ പള്ളി ജമാഅത്തിന്റെ പ്രസിഡന്റായിരുന്നു.
അദ്ദേഹത്തിന്റെ ജീവിതം കൊല്ലത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ വളർച്ചയിലെ ഒരു പ്രധാന അധ്യായമാണ്. ഇന്ന് കൊല്ലം പഴയ സുവർണകാലത്തിന്റെ തിളക്കത്തിൽ ഇല്ല എങ്കിലും ആ മഹത്തായ പാരമ്പര്യത്തിന്റെ കാൽപ്പാടുകൾ ഇന്നും ഈ നഗരത്തിന്റെ ഓരോ തെരുവിലും കടൽക്കാറ്റിലും ചരിത്ര സ്മാരകങ്ങളിലും മായാതെ നിലകൊള്ളുന്നു. കടലിന്റെ തിരകൾ പലതവണ മാറിയെങ്കിലും കൊല്ലത്തിന്റെ തീരത്ത് അറബികളുടെ കാൽപ്പാടുകൾ മാഞ്ഞുപോയില്ല. ചരിത്രത്തിന്റെ താളുകളിൽ അവർ എഴുതിയ അധ്യായങ്ങൾ ഇന്നും ജീവിക്കുന്നു. കൊല്ലത്തിന്റെ വ്യാപാര സാമ്പത്തിക വളർച്ചയ്ക്ക് നേതൃത്വം നൽകിയ മുസ്ലിം സമൂഹത്തിന്റെ പിൻതലമുറകൾ ഇന്ന് ജോനകപ്പുറം തീരദേശത്ത് തുലവും തുച്ഛമായി തുടരുന്നു. ഭൂരിഭാഗം കുടുംബങ്ങളും ദൂരസ്ഥലങ്ങളിലേക്ക് പറിച്ചു നടപ്പെട്ടു. പള്ളിമുക്കിലും മുതിരപ്പറമ്പിലും മറ്റും അവരുടെ പരമ്പരകൾ ഇന്നും ജീവിച്ചു പോരുന്നു. കഥകൾ അവസാനിക്കുന്നില്ല. കാഴ്ചകളും മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥകളുമായി നമുക്കിനിയും കാണാം.